2000-ന് ശേഷം ബാലൻഡോറിന്റെ ഒരു ലിസ്റ്റ് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നത് ഒരു ലെഗസി ഉൾക്കൊള്ളുന്ന ഒരു ക്ലബ്ബാണ്. എത്രയോ വലിയ പ്ലേയേഴ്സ്, ഇതിഹാസങ്ങൾ കളിച്ച് പടിയിറങ്ങിപ്പോയ ഒരു ക്ലബ്ബാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ചുവന്ന ചെകുത്താന്മാർ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. റെഡ് ഡെവിൾസ് അതാണ് അവരുടെ നിക് നെയിമായിട്ട് അറിയപ്പെടുന്നത്. എന്നും അവർക്കൊരു പ്രതാപം ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ പ്ലേയേഴ്സ് ആണെങ്കിലും ടോപ്പ്, ഏറ്റവും പൈസ ഇറക്കിയിട്ടുള്ള, ഏറ്റവും കാശിന് മേടിക്കുന്ന പ്ലേയേഴ്സ് ആയിരിക്കും അവരുടെ പ്ലേയേഴ്സ് ആയിട്ടുണ്ടായിരിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിൽ കളിച്ചവരുടെ പേരൊക്കെ ഞാൻ എക്സാമ്പിൾ പറയാം. വെയിൻ റൂണി, വാൻ പേഴ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, അതുപോലെ തന്നെ റോബിൻ വാൻ പേഴ്സി നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. പോൾ സ്കോൾസ്, മൈക്കിൾ കാരിക്ക്, ഇങ്ങനെ വലിയ വലിയ ഇതിഹാസങ്ങൾ കളിച്ചിറങ്ങിപ്പോയ ഒരു ക്ലബ്ബാണ്. പക്ഷെ എന്തോ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും നേടാൻ പറ്റാത്ത ഒരൊറ്റ കാര്യം ഒരാളെ കൊണ്ട് നേടാൻ സാധിച്ചിട്ടുണ്ട്. 2000-ന് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ഇത്രയ്ക്ക് ഇതിഹാസങ്ങൾ കളിച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഒരാൾക്ക് പോലും ബാലൻഡോർ സ്വന്താക്കാൻ പറ്റിയിട്ടില്ല. യൂറോപ്യൻ ഗോൾഡൻ ബോൾ ബാലൻഡോർ സ്വന്താക്കാൻ പറ്റിയിട്ടില്ല, എക്സെപ്റ്റ് വൺ മാൻ. ആ ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ, CR7. അദ്ദേഹം 2008 മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാലൻഡോർ നേടിയത്. 2000-ന് ശേഷം ഒരു യുണൈറ്റഡ് പ്ലെയറിന് ബാലൻഡോർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരാളാണ്, സാക്ഷാൽ CR7. അദ്ദേഹത്തിന് മാത്രമേ അത് നേടാൻ സാധിച്ചിട്ടുള്ളൂ. 26 കൊല്ലങ്ങളായിരിക്കുന്നു 2000 കഴിഞ്ഞിട്ട്. 26 കൊല്ലത്തിനിടയ്ക്ക് എത്രയോ പ്ലേയേഴ്സ് കളിച്ചു പോയിരിക്കുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ. പക്ഷെ ആർക്കും നേടാൻ പറ്റാത്ത ആ ഒരു ഒറ്റ റെക്കോർഡ് റൊണാൾഡോയുടെ പേരിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. 2000-ന് മുമ്പ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 3 താരങ്ങൾക്ക് യുണൈറ്റഡിൽ കളിക്കുമ്പോൾ ബാലൻഡോർ ലഭിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് 2000-ന് ശേഷം പ്രസന്റ് ഈ 26 വർഷത്തിനിടയിൽ റൊണാൾഡോയ്ക്ക് വെച്ച ഒരാൾക്ക് പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം.